ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പൂത്തു തുമർക്കാം എന്നതിലെ അവസാനത്തെ പാഠമാണ്. വെള്ളം പൊങ്ങുമ്പോൾ എന്നുള്ളൊരു പാഠമാണിത്. ഇതൊരു മാപ്പിളപ്പാട്ടാണ് കേട്ടോ. അപ്പോൾ ഇതും ഇതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നാടക ഗാനങ്ങളും സിനിമാ ഗാനങ്ങളും പോലെ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റേതെല്ലാം പാട്ടുകളുണ്ട്? നാടൻ പാട്ട്, മാപ്പിളപ്പാട്ട്, വഞ്ചിപ്പാട്ട് തുടങ്ങിയവയൊക്കെ അതിൽ ചിലതാണ്. വെള്ളം പൊങ്ങുമ്പോൾ ഈശൽ വീണ് ബഹർ തന്നിലവൻ ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ എന്ന പാട്ടിൻ്റെ ഈണമാണ്. നമുക്കറിയാലോ, ആ പാട്ടിൻ്റെ ഈണം അറിയാലോ അല്ലേ മക്കളെ? ആ പാട്ടിൻ്റെ ഈണത്തിലാണ് കേട്ടോ ഇത് പാടി നോക്കേണ്ടത്. ഞാനിത് വെറുതെ ഒന്ന് വായിച്ച് ചൊല്ലി തരുന്നുള്ളൂ, നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥവും പറഞ്ഞു തരാം. മക്കൾ നല്ല ഈണത്തിൽ ഇത് ചൊല്ലി നോക്കണം. ഉണ്ടനർത്ഥം കേരളം മറ്റു പുരികളെല്ലാം ഉണ്ണിയാൽ അതിനൊരു കയ്യും കണക്കുമില്ല. വിണ്ടതുകൊണ്ടെൻ്റെ കേരളത്തിൽ വന്നേ നാശം വിള്ളിടുവാൻ മാത്രമേ ഉള്ളൂ എനിക്കുദ്ദേശം. ആദ്യത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത് മക്കളെ? കേരളം മറ്റു പുരികളെക്കാൾ, അതായത് മറ്റു നഗരങ്ങളെക്കാൾ, പുരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു ഉന്നത നഗരങ്ങളെക്കാളെല്ലാം എന്താണ്? അതിലേറൊക്കെ ഉണ്ണിയാല്, ഒന്നുകൂടെ ഔന്നത്യത്തിലെത്തിയാൽ, ഉന്നതിയിലെത്തിയാല് കേരളത്തിന് എന്ത് വരുന്നുണ്ട്? ഉണ്ട്, അനർത്ഥം, എന്തെങ്കിലും അപകടങ്ങളോ മറ്റോ വരാറുണ്ട്, ആപത്തുകളോ മറ്റോ വരാറുണ്ട്. അങ്ങനെ അനർത്ഥം വരുന്നതിന് എന്തില്ല എന്നാ പറഞ്ഞത്? കയ്യും കണക്കുമില്ല. അതായത് എത്രത്തോളം വലിയ ആപത്താണോ വരുന്നത് എന്നതിന് കയ്യും കണക്കുമില്ല. വിണ്ടതുകൊണ്ടെൻ്റെ കേരളത്തിൽ വന്നേ നാശം വിള്ളിടുവാൻ മാത്രമേ ഉള്ളൂ എനിക്കുദ്ദേശം. എന്തുകൊണ്ടാണ്? കാറ്റുകൊണ്ടാണ് അനർത്ഥം വന്നത്. വലിയ കാറ്റുകൊണ്ട്, അതായത് പേമാരിയും വെള്ളപ്പൊക്കവുമാണ് വന്നിട്ടുള്ളത്. അതിനാൽ എന്ത് വന്നു? കേരളത്തിൽ നാശം വന്നു. പിന്നെയോ ഇതാണ് കേട്ടോ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞ് വച്ചിട്ടുള്ളത്. കുണ്ടിടിഞ്ഞ് ആളപായം വന്ന് അട്ടപ്പാടി കുറുവാൻ കുറ്റാടിയും ജബൽ ഉതിർന്നു ചാടി അണ്ടേ പോലെ നാടുകാണി വീണിടിഞ്ഞുകൊണ്ടേ അങ്ങുമിങ്ങും പോക്കും വരവും മുടങ്ങിയിട്ടുണ്ടേ. കുണ്ടും മലയും ഇടിഞ്ഞ്, കുണ്ടിടിഞ്ഞ്, പിന്നെ ജബൽ എന്ന് വെച്ചാൽ മല കേട്ടോ. കുണ്ടിടിഞ്ഞ് ആളപായം വന്ന് അട്ടപ്പാടി കുറുവാൻ കുറ്റ്യാടിയും. അപ്പോൾ അട്ടപ്പാടി, കുറുവാന്, കുറ്റ്യാടി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ്? വെള്ളപ്പൊക്കം വന്നാൽ നമുക്കറിയാം കുന്നും മലയൊക്കെ ഇടിയുമല്ലേ. അങ്ങനെ കുണ്ടിടിഞ്ഞ് ആളപായം വന്നു, ആളുകൾക്ക് പരിക്കും മറ്റതൊക്കെ പറ്റി. ജബൽ ഉതിർന്ന് ചാടി, ജബൽ എന്ന് വെച്ചാൽ മല, മല ഉതിർന്ന് ചാടി, മല വീണ്, മലവെള്ളപ്പാച്ചിലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അണ്ടേ പോലെ നാട് കാണി വീണിടിഞ്ഞുകൊണ്ടേ അങ്ങുമിങ്ങും പോക്കും വരവും മുടങ്ങിയിട്ടുണ്ട്. നാടുകാണി കേട്ടിട്ടില്ലേ മക്കളെ? നാടുകാണി മല ചുരമൊക്കെ കേട്ടിട്ടില്ലേ? നാടുകാണി മലയിടിഞ്ഞു വീണ് എന്താ ഉണ്ടായത്? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കൊക്കെ തടസ്സപ്പെട്ടു, ഗതാഗതം നിലച്ചു. മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കൂ. ഉണ്ണുവാൻ കേക്കൻ മലയിൽ നിന്ന് വന്ന പാമ്പ് ഒഴുകി അങ്ങൊരു മരത്തിന്മേൽ അടിച്ചു കേമ്പ്. പിന്നെ വന്നു ഊക്കനായൊരു മുതല പൊങ്ങി വീണൊലിച്ചു പോണ പോത്തുകുട്ടിയെ വിഴുങ്ങി. മൂന്നാമത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? കേക്കൻ മലയിൽ നിന്ന് ഒലിച്ചു വന്ന, കിഴക്കൻ മലയിൽ നിന്ന് ഒലിച്ചു വന്ന, മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വന്ന ഒരു പാമ്പ് ഒഴുകി വന്ന് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ എന്ത്? ക്യാമ്പടിച്ചു. ക്യാമ്പ് എന്നതുകൊണ്ട് പറയുന്നത് ക്യാമ്പ്, നമ്മുടെ ക്യാമ്പ് ഉണ്ടല്ലോ, തമ്പടിച്ചു കൂടുന്നതിനെ പറയില്ലേ. അങ്ങനെ ക്യാമ്പടിച്ചു. അതായത് ആ മരത്തിൽ എന്തായി? ആ പാമ്പ് താമസമായി. പിന്നെ വന്നു ഊക്കനായ ഒരു മുതല പൊങ്ങി വീണൊലിച്ചു പോണ പോത്തുകുട്ടീനെ വിഴുങ്ങി. പിന്നെയോ ആ മഴവെള്ളപ്പാച്ചിലിൽ, ആ വെള്ളപ്പൊക്കത്തിൽ ഒരു വലിയ ഊക്കനായ വലിയൊരു മുതല ഒലിച്ചു വന്നിട്ട് ഈ വെള്ളത്തിൽ ഒലിച്ചു പോകണ, ഒഴുക്കിൽപ്പെട്ടു പോകുന്ന ഒരു പോത്തുകുട്ടിയെ വിഴുങ്ങി. അതും അന്നുണ്ടായ ഒരു സംഭവമാണ്. കൂറുവാൻ കടൽക്കരയ്ക്കുണ്ടായിടേ ഉപദ്രവം കോപമായി വെള്ളമടിച്ചു കേറ്റിടേ. പിന്നെന്താണ്? കൂറുവാൻ കടലിനുണ്ടായ കോപമാണ് പറയുന്നത്. സുനാമിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. കടലിന് എന്തുണ്ടായി? കോപം വന്നു, വെള്ളം അടിച്ചു കയറ്റി പ്രദേശങ്ങളിലേക്ക്, സമീപ പ്രദേശങ്ങളിലേക്ക്, കടൽ പ്രദേശങ്ങളിലേക്ക് കടലിന് ദേഷ്യം വന്ന് വെള്ളം അടിച്ചു കയറ്റി. ആ പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലായി എന്നാണ് പറയുന്നത്.
സമുദ്രം മോറിയൂറ്റിയ വിധം തിരുവിതാംകൂറെല്ലാം മൂടി കൊല്ലത്തും പറയാൻ ഉണ്ടനേകം തൊല്ല. പിന്നെന്താണ്? ഈ കടൽ വെള്ളം വന്ന് അല്ലെങ്കിൽ മഴവെള്ളം വന്ന് എന്തായി? തിരുവിതാംകൂറും കൊല്ലവും എല്ലാം മോറിയൂറ്റിയ വിധമായി. മോറിയൂറ്റുക എന്ന് വെച്ചാൽ എന്താ മക്കളെ? കഴുകി അതിലെ വെള്ളം വാർത്തു പോയ പോലെയായി എന്നാ പറയുന്നത്. അതായത് ഇവിടെ എല്ലാം വെള്ളം കയറി ആ പ്രദേശമൊക്കെ കഴുകി വെള്ളം വാർത്തു വെച്ചതുപോലെ ആയി. അവിടെ ഉള്ളതെല്ലാം എന്തായി? ഒലിച്ചുപോയി, നാശനഷ്ടം വന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് വെള്ളപ്പൊക്ക മാലയിൽ നിന്നാണ് പുലിക്കോട്ടിൽ ഹൈദർ എഴുതിയ വെള്ളപ്പൊക്ക മാലയിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണ്. ഇനി നമുക്കിതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കൂ. ഒത്തുപാടാം. ഈ പാട്ട് എല്ലാവരും ചേർന്ന് പാടൂ, താളമിട്ട് പാടുമല്ലോ. പാട്ട് മക്കൾക്ക് ഒറ്റയ്ക്ക് അതുപോലെ ഗ്രൂപ്പിലെ ക്ലാസ്സിലായിട്ട് എല്ലാവരും പാടി അവതരിപ്പിച്ചെടുക്കുക. രണ്ടാമത്തെ ചോദ്യം വരിയും പൊരുളും. അതിലെ ചോദ്യം 1 എന്തിനെക്കുറിച്ചാണ് പാട്ടിൽ വിവരിക്കുന്നത്? കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെയും അതിൻ്റെ നാശനഷ്ടങ്ങളെയും കുറിച്ചാണ് പാട്ടിൽ പറയുന്നത്. ചോദ്യം 2 ഏതെല്ലാം വരികളാണ് കൂടുതൽ രസകരമായി തോന്നിയത്? മക്കൾക്ക് ഇഷ്ടമുള്ള വരികൾ എഴുതി കൊടുക്കാം. ഞാനൊരു ഉദാഹരണം കൊടുക്കുന്നുണ്ട്. കുന്നുവാൻ കേക്കൻ മലയിൽ നിന്ന് വന്ന പാമ്പ് ഒഴുകി അങ്ങൊരു മരത്തിന്മേൽ അടിച്ചു ക്യാമ്പ്. ഈ വരികളാണ് എനിക്ക് ഏറെ രസകരമായി തോന്നിയത്. കിഴക്കൻ മലയിൽ നിന്നും ഒലിച്ചു വന്ന പാമ്പ് ഒരു മരത്തിൽ ക്യാമ്പ് അടിച്ചു അഥവാ തമ്പടിച്ചു കൂടി എന്ന് വളരെ രസകരമായാണ് ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത്. ചോദ്യം 3 പാട്ടിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ ചർച്ച ചെയ്യൂ. ഇതൊരു മാപ്പിളപ്പാട്ടാണ്. മറ്റൊരു പ്രശസ്ത മാപ്പിളപ്പാട്ടായ ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ പൂവിടുന്ന കാലം എന്നതിൻ്റെ രീതിക്കാണ് ഇത് രചിച്ചിരിക്കുന്നത്. കേരളത്തിലുണ്ടായൊരു വെള്ളപ്പൊക്ക ദുരന്തത്തെക്കുറിച്ചാണ് ഇതിലെഴുതിയിരിക്കുന്നത്. കാറ്റും മഴയും കൊണ്ട് വെള്ളപ്പൊക്കത്തിൻ്റെ ഭീതി പരന്ന ഉന്നതിയിൽ നിൽക്കുന്ന കേരളത്തെക്കുറിച്ചാണ് ആദ്യ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. കുണ്ടും മലയും ഇടിഞ്ഞ് അട്ടപ്പാടി, കുറുവാൻ, കുറ്റ്യാടി തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ദുരിതത്തിലായി. നാടുകാണി മലയിടിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. കിഴക്കൻ മലയിൽ നിന്നും ഒഴുക്കിൽപ്പെട്ടു വന്ന പാമ്പ് കണ്ട ഒരു മരക്കൊമ്പിൽ തമ്പടിച്ചുകൂടി. വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുന്ന ഒരു പോത്തുകുട്ടിയെ വലിയൊരു മുതല പിടിച്ചു തിന്നു. കൂർവൻ കടലിന്റെ ദേഷ്യം കൊണ്ടുണ്ടായ ഉപദ്രവത്താലാണ് കടൽവെള്ളം അടിച്ചു കയറ്റിയത്. അങ്ങനെ എല്ലാം കഴുകി വൃത്തിയാക്കിയതുപോലെ കൊല്ലവും തിരുവിതാംകൂറും എല്ലാം മാറി. ഇത്രയും കാര്യങ്ങളാണ് ഈ മാപ്പിളപ്പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. അക്ഷരചന്തം. അണ്ടെ പോലെ നാടുകാണി വീണിടിഞ്ഞുകൊണ്ടേ അങ്ങുമിങ്ങും പോക്കും വരവും മുടങ്ങിയിട്ടുണ്ടേ. 2 വരികളിലെയും ആദ്യ അക്ഷരവും അവസാനത്തെ അക്ഷരവും ശ്രദ്ധിക്കൂ. പാട്ടിലെ മറ്റു വരികൾ കൂടി പരിശോധിച്ച് അവയുടെ പ്രത്യേകതകൾ കണ്ടെത്താമോ? ആദ്യ അക്ഷരവും ഒരേ അക്ഷരവും 2 വരിയിലും എങ്ങനെയാണ്? ഒരുപോലെയാണല്ലേ വരുന്നത്. ഇതേ പ്രത്യേകത നമുക്ക് കവിതയിലെ അല്ലെ മാപ്പിളപ്പാട്ടിലെ മറ്റു വരികളിലും കാണാനായിട്ട് സാധിക്കാറുണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടിലെ ചില വരികൾ നോക്കൂ. കല്ലോലജാലം കളിക്കുന്ന കണ്ടു, കമലമണി നിറമുടയ കമലമതു കണ്ടു, കല്യാണിമാരും കുളിക്കുന്ന കണ്ടു, പൊലിമയൊടു ചടുല ജല വടിവുമതു കണ്ടു, അന്നങ്ങളങ്ങു പറക്കുന്ന കണ്ടു, അനവരതമവരുടയ നടനമതു കണ്ടു. ഇത് കല്യാണ സൗഗന്ധികം ശീതങ്കത്തുള്ളലിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. നിങ്ങൾ പഠിച്ച മറ്റേതെല്ലാം കവിതകളിൽ ഇങ്ങനെ അക്ഷരങ്ങളുടെ ആവർത്തനം വരുന്നുണ്ട്? അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ട് കവിതയ്ക്കും പാട്ടിനുമുള്ള മെച്ചം എന്താണ്? ചർച്ച ചെയ്യൂ. അക്ഷരങ്ങളുടെ ആവർത്തനം അഥവാ അനുപ്രാസം കവിതയ്ക്ക് താളവും സംഗീതാത്മകതയും നൽകുന്നു. ഇത് കവിതയെ കൂടുതൽ ആകർഷകമാക്കുകയും വായനക്കാരൻ്റെ മനസ്സിൽ എളുപ്പത്തിൽ പതിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകൾ, എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകൾ എന്നിവയിൽ ഇത്തരം അക്ഷരങ്ങളുടെ ആവർത്തനം നമുക്ക് കാണാം. ഇനി ഞാൻ 2 ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്, നോക്കൂ. വലാഹക ശ്യാമള കോമളാംഗനെ വിലാസി വിദ്യുത്സമ ഡംബരാംബരൻ സുലാല്യ വേണുജ്വല പാണി പല്ലവൻ കലാബിബർ ഹാങ്കിത കമ്രകുന്തളൻ. 2ാമത്തെ ഉദാഹരണം നോക്കൂ. പഥ്യമുണ്ടെങ്കിൽ രോഗിക്ക് ഫലമെന്തൗഷധത്തിനാൽ, പഥ്യമില്ലെങ്കിൽ രോഗിക്ക് ഫലമെന്തൗഷധത്തിനാൽ. പാട്ടരങ്ങ്. മാപ്പിളപ്പാട്ടുകളിൽ പല അനുഭവങ്ങളും കാഴ്ചകളും ജീവിത സന്ദർഭങ്ങളും വിവരിക്കുന്നുണ്ട്. നമുക്ക് മോയിൻകുട്ടി വൈദ്യർ എഴുതിയ ഒരു മാപ്പിളപ്പാട്ടും പി ടി അബ്ദുറഹ്മാൻ എഴുതിയ ഒരു മാപ്പിളപ്പാട്ടും അവിടെ തന്നിട്ടുണ്ട്. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാപ്പിളപ്പാട്ടുകൾ ശേഖരിക്കാം. അവ ഉൾപ്പെടുത്തി ക്ലാസ് സർഗവേളയിൽ ഒരു പാട്ടരങ്ങ് നടത്തൂ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്പോൾ കല്യാണപ്പാട്ടായിട്ടും നമ്മൾ പഠിച്ച പോലെ വെള്ളപ്പൊക്ക പാട്ട്, മാലകൾ, ബദർമാലകൾ, യുദ്ധമാലകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ യുദ്ധങ്ങളെ ബേസ് ചെയ്തിട്ടൊക്കെയുള്ള മാപ്പിളപ്പാട്ടുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ എന്ത് ചെയ്യാം മക്കൾ? ശേഖരിക്കുക. നിങ്ങളൊരു പാട്ട് പഠിക്കുക. എന്നിട്ട് നിങ്ങളുടെ സർഗവേളയിൽ പാട്ടരങ്ങായിട്ട് സംഘടിപ്പിക്കുക. എന്തെന്തു പ്രയോഗങ്ങൾ.
മോറിയൂറ്റിയ വിധം തിരുവിതാംകൂറെല്ലാം. അടിവരയിട്ട പദം ശ്രദ്ധിക്കൂ. മോറുക, ഊറ്റുക എന്നിവ നാട്ടുഭാഷാ പദങ്ങളാണ്. നമ്മൾ പറഞ്ഞു മോറുക എന്ന് വെച്ചാൽ കഴുകുക, ഊറ്റുക എന്ന് വെച്ചാലോ വെള്ളം വാർത്ത് കളയുക അല്ലേ. ഇതുപോലെ മറ്റു പദങ്ങൾ പാട്ടിലുണ്ടോ? ഉണ്ട്, ധാരാളമുണ്ട്. നിങ്ങളുടെ നാട്ടിലെ നാടൻ പദങ്ങളും പ്രയോഗങ്ങളും കണ്ടെത്തി എഴുതി വയ്ക്കൂ. അവയുടെ അർത്ഥവും എഴുതണം. അപ്പോൾ മക്കളുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള നാടൻ പദങ്ങളൊക്കെ എഴുതി വയ്ക്കുക. ഓരോ നാട്ടിലും മലപ്പുറത്ത്, കോഴിക്കോട്, അതുപോലെ കണ്ണൂർ, തിരുവനന്തപുരം, ഒക്കെ കൊല്ലം, പല നാട്ടുകളിലായിട്ട് പല ഭാഷകളായിരിക്കും പ്രയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നാടൻ പദങ്ങൾ മക്കൾ എഴുതുക. അതിൻ്റെ അർത്ഥം എന്താണോ അതും എഴുതുക. അവസാനത്തെ ചോദ്യം നോക്കൂ. കുട്ടി ടാക്കീസ് അധ്യാപകരുടെ സഹായത്തോടെ ഹ്രസ്വ സിനിമകൾ ഉൾപ്പെടുത്തിയ സ്കൂളിൽ ഒരു ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കൂ. അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്